പേരൂർക്കടയിൽ വ്യാജമോഷണ കേസിൽ കുടുക്കിയ ബിന്ദുവിന് സ്കൂളിൽ പ്യൂണായി വർക്ക് ചെയ്യും. MGM പബ്ലിക് സ്കൂളാണ് ജോലി വാഗ്ദാനം ചെയ്തത്. സ്കൂൾ അധികൃതർ ബിന്ദുവിനെ വീട്ടിലെത്തി കണ്ടു. സ്കൂൾ അധികൃതരുടെ ജോലി വാഗ്ദാനം ബിന്ദു സ്വീകരിക്കുകയും ചെയ്തു. തിങ്കളാഴ്ച മുതൽ ജോലിക്ക് പോയി തുടങ്ങുമെന്നാണ് ബിന്ദു അറിയിക്കുന്നത്. അതേസമയം പേരൂർക്കടയിലേത് വ്യാജ മാലമോഷണ കേസ് തന്നെയാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. മാല മോഷണം പോയിട്ടില്ലെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. പോലീസ് കഥ മെനയുകയായിരുന്നു. ബിന്ദുവിന്റെ അറസ്റ്റ് ന്യായീകരിക്കുന്നതിന് വേണ്ടിയാണ് ഉദ്യോഗസ്ഥർ കഥ മെനഞ്ഞതെന്നും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി. മനുഷ്യാവകാശ കമ്മീഷന് ലഭിച്ച ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. മാല കിട്ടിയത് പരാതിക്കാരിയായ ഓമന ഡാനിയലിന്റെ വീട്ടിൽ നിന്ന് തന്നെയാണെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. മറവി പ്രശ്നമുള്ള വീട്ടുടമ ഓമന മാല വീടിനുള്ളിൽ വെക്കുകയായിരുന്നു. ഇതാണ് പിന്നീട് കണ്ടെത്തിയത്. മാല വീടിന് പുറത്ത് വേസ്റ്റ് കൂനയിൽ നിന്നാണ് കണ്ടെത്തിയതെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം. ഇത് പോലീസ് മെനഞ്ഞ കഥയാണെന്നും ക്രൈംബ്രാഞ്ച് പറയുന്നുണ്ട്. കേസ് അന്വേഷിച്ച പേരൂർക്കട SI പ്രസാദ് അടക്കമുള്ളവർക്കെതിരെ കർശന നടപടി വേണമെന്നും അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 23-നായിരുന്നു സംഭവം നടന്നത്. നെടുമങ്ങാട് സ്വദേശിനി ബിന്ദുവാണ് പേരൂർക്കട പോലീസിന്റെ ക്രൂരതയ്ക്ക് ഇരയായത്. ബിന്ദു ജോലിക്ക് നിന്ന വീട്ടിൽ നിന്ന് സ്വർണമാല കാണാതെ പോവുകയായിരുന്നു. വീട്ടുകാർ നൽകിയ പരാതിയിൽ ബിന്ദുവിനെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നു. പോലീസിൽ നിന്ന് നേരിട്ടത് കടുത്ത പീഡനമാണെന്നാണ് ബിന്ദു പറഞ്ഞത്. വിവസ്ത്രയാക്കി പരിശോധിച്ചുവെന്നും അടിക്കാൻ വന്നുവെന്നും അടക്കമുള്ള ആരോപണം ബിന്ദു ഉന്നയിച്ചിരുന്നു.